അപ്പൊ നിങ്ങളിപ്പോ ഒരുപാട് കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വന്നിട്ട് എത്ര വർഷമായി സോഷ്യൽ മീഡിയയിൽ? എത്ര വർഷമായി? ഏകദേശം ഒരു 2 കൊല്ലമായോ? 2 വർഷം. ഇതുവരെ ഇതില് സാമൂഹിക പ്രസക്തിയുള്ള അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്? ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ, നിങ്ങൾക്ക് ബോറടിയില്ലേ വിശദീകരിച്ച് കുറച്ചായിട്ട് പറയാം. വിശദീകരിച്ച് പറയില്ല, കാരണം നിങ്ങൾ ഉറങ്ങിപ്പോകും. ഞാൻ ഉറങ്ങിപ്പോകാം, പ്രേക്ഷകർ ഉറങ്ങിപ്പോകും. അതുകൊണ്ട് കുറച്ച് കാര്യമുണ്ട്. ഞാൻ വന്നത് എന്റെ നാട് മൂവാറ്റുപുഴയാണ്, അത് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ എന്റെ ചിലര് നിന്റെ വീട് പറഞ്ഞ നിന്റെ അഡ്രസ് പറഞ്ഞാൽ ഞാൻ അവിടെ നോക്കുന്നത്. എന്റെ നാട് എന്റെ പെണ്ണ് സുഹൃത്തുക്കളെ മൂവാറ്റുപുഴ ആട്ടായ എന്ന സ്ഥലത്താണ്. ഞാൻ സാധാരണ നോട്ടീസ് കടകളിൽ കൂടെ കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. നോട്ടീസ് വിതരണം ചെയ്യുന്ന ഒരാളാണ്. കടകളിൽ കൂടെ നോട്ടീസ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അതായിരുന്നു എന്റെ ജോലി. പിന്നെ മിമിക്രിയുടെ പരിപാടിക്ക് പോവാറുണ്ട്, പിന്നെ സിനിമയിൽ പോവാറുണ്ട്. അപ്പൊ എന്റെ ജീവിതത്തിൽ സിനിമയിൽ എത്തപ്പെടാൻ വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അവിടെ പോയി പാത്രം കഴുകുന്ന ജോലിയായിരുന്നു എനിക്ക് സിനിമയില്. അത് എന്നെ സാഗർ വാരപ്പെട്ടി എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തുണ്ട്, മിമിക്രി. അദ്ദേഹമാണ് എന്നെ പ്രൊഡക്ഷൻ ബോയ് ആയിട്ട് പരിചയപ്പെടുത്തിയത്. കാരണം എന്ന് വെച്ചാൽ അവരങ്ങനെ എന്നെ പരിചയപ്പെടുത്തിയ മൂലമാണ് ഞാൻ പ്രൊഡക്ഷൻ ബോയ് ആയിട്ട് കാശില്ലാതെ ജീവിക്കാന്ന് പറഞ്ഞ സിനിമയിലൂടെ വന്നു. എന്റെ കൂട്ടുകാരുണ്ട് സുമേഷ് ഗുഡ്ലക്ക്, കോമഡി ഉത്സവത്തിന് പറയുന്നത് സുമേഷ് ഗുഡ്ലക്ക്. എന്റെ ഫ്രണ്ടാണ് സാഗർ വാരപ്പെട്ടി. ഇങ്ങനെ പരിചയപ്പെട്ട് ഇപ്പം പറയുമ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അഭിനയിക്കാനല്ല, പാത്രം ക്ലീൻ ചെയ്യാനാണെന്നുള്ള മനസ്സിലായി. പാത്രം ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളുണ്ടല്ലോ ഉച്ചയ്ക്ക് ഊണിന്റെ സമയത്ത് സെറ്റിൽ കൊണ്ടുവന്ന് നടന്മാരെ നമ്മൾ കാണും. അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ല. അത് 2000 കാശിലായിരിക്കും. അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ ജഗതിച്ചേർന്നാണ് അവരുടെ ഇത് മനുരാജ്, ഞങ്ങൾ ആർട്ടിസ്റ്റാണ്. അപ്പൊ ഇന്ന് ഫോണൊന്നും ഇല്ല. ഇന്നുണ്ടായ 14 ഫോട്ടോ എടുത്ത് വെക്കാണ്. അപ്പോൾ ജഗതിച്ചേർന്ന് എന്റെ അടുത്ത് നമ്മൾ ഓടിച്ചെല്ലുന്നു, എന്താ ജോലി നിൽക്കും. ഇങ്ങനെ ഏട്ടോ അവിടെ ജോലി സാറേ പാത്രം കഴിയുന്നതാണ്. വെരി ഗുഡ് എന്നില്ലേ പുള്ളി സാർ. ഒരു ദിവസം പുള്ളി ഫുഡ് കഴിച്ചിട്ടുണ്ടപ്പോ ഇതാരാണ് ഈ പാത്രം കഴിയുന്നത്, ഇതിനകത്തൊന്നും പോയിട്ടില്ലോ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയില്ലായിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ അപ്പോൾ അല്ല ഒരു അനുഭവം പറയണം. അതിന് ആ ഒരു സിനിമയിൽ എനിക്ക് സീൻ കിട്ടി. കാശില്ലാതെ ജീവിക്കാം. ആ സീൻ നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ ഇടിച്ചിടും. ഇപ്പൊ ഇതേ ഇരിക്കുന്ന സാധനത്ത് ഞാൻ നിൽക്കുമെന്ന് വെച്ചു. നിങ്ങൾ ഇരിക്കുന്ന സാധനത്ത്. അപ്പൊ ഇവിടെ ഒരാളോട് നിങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടെയും ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? മരുന്ന് വെക്കുന്ന ഒരു സീനാണ് അവിടെ മരുന്ന് വെക്കുന്ന മനുരാജിന്റെ അടുത്ത് ഞാൻ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒന്ന് വാങ്ങി മരുന്ന് കഴിക്കുന്ന ആളായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. ഡയറക്ടർ ശ്രദ്ധിച്ചില്ല. പക്ഷെ പടം ഇതെല്ലാം കഴിയുമ്പോ നല്ല തെരുവിളിയാണ്. ആരാണ് ആരെ കൊണ്ടുവന്നത്. പിന്നെ രസികൻ എന്ന് പറഞ്ഞ പടം പ്രൊഡക്ഷൻ പോയി ആയിട്ട് ചെയ്തു. പിന്നെ കൃഷ്ണപക്ഷക്കിളി എന്ന് പറഞ്ഞ സിനിമ എനിക്ക് അനുഭവം ഉണ്ടായി. സനുഷ സന്തോഷ് അച്ഛൻ. അയ്യോ, ആ ചേട്ടന്റെ സ്നേഹമാണ്. കാരണം ഇപ്പൊ പറഞ്ഞ അറിയുമെന്ന് എനിക്കറിയില്ല. കാർത്തിക ചേച്ചി, ഊമപ്പണ്ണൂരിയുടെ പിള്ളേക്ക് മറ്റേ ജയസൂര്യയുടെ പെങ്ങളായിട്ട് അഭിനയിച്ചു. മീശ കാർത്തിക, അംബിക ചേച്ചി, അംബിക മോഹൻ, ഇവർക്ക് ആ സ്നേഹമുണ്ട്. എന്റെ കൈ മുറിഞ്ഞപ്പോ കീറി ചേച്ചിയുടെ സെറ്റ് സാരി കീറി എന്റെ കൈ ഇട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ സനീഷമുള്ള അച്ഛൻ. ഞാൻ ഈ പാത്രം കഴിയാനായിട്ട് ബോയ്സ് സ്കൂളിലെ പെരുമ്പാവൂർ ബോയ്സ് സ്കൂളിലായിരുന്നു എന്റെ ഷൂട്ട് കിടന്നത്. അവിടെ ഇങ്ങനെ പാത്രം കൊണ്ടിട്ടപ്പോൾ ഒരു പട്ടി ഒന്ന് ജസ്റ്റ് ഒരു പാത്രം നോക്കിയപ്പോ എന്നെ സനീഷ മറ്റേ സനീഷയുടെ പപ്പ വിളിച്ച് അഭിലാഷ പാത്രം കിടക്കുന്നത് പട്ടിയാക്കാൻ കേട്ടോ വിളിച്ച് അപ്പോൾ നമ്മൾ മാറ്റിക്കൊണ്ടിട്ട് ക്ലീൻ ചെയ്ത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു സിനിമ വന്ന് ഇന്നത്തെ പോലെയല്ലേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്മാര് പിന്നെ സനീഷ കൂട്ടി എടുത്തുനിന്ന് നടക്കുക എന്നൊരു ഇതുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ ഭാഗ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് പ്രൊഡക്ഷൻ പോയാണ്. പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യെത്തുന്ന സിനിമ വരെയാണ് പ്രൊഡക്ഷൻ പോയിട്ട് പോയത്. കയ്യെത്തുന്നത് കാരണം 4 മണിക്ക് നമ്മൾ എണീക്കണം. രാവിലെ ഓരോ റൂമിൽ പോയി പാത്രങ്ങൾ എടുത്തുകൊണ്ട് വന്ന് കഴുകി അവർക്ക് രാവിലെ ഫുഡ് എല്ലാം റെഡിയാക്കി അത് മെസ്സിൽ കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ജോലി. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഈ താമസം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ടൈമിൽ എണീക്കണം. പിന്നെ എന്റെ വീട്ടില് കുറച്ച് പ്രശ്നങ്ങൾ കടബാധയൊക്കെ വന്നായിരുന്നു നമ്മുടെ ലൈഫിൽ. അപ്പൊ അതിൽ നിന്നും ഒരു ഇതിനു വേണ്ടി ഞാൻ എന്നിട്ട് പത്രം കൊടുക്കുന്ന പരിപാടിക്ക് ഇറങ്ങി. അത് പത്രം കൊടുക്കുന്ന പരിപാടി, പത്രം പേപ്പർ വിതരണം, അത് നോട്ടീസ് വിതരണമല്ല, പത്രം കൊടുക്കുന്ന ആ പരിപാടിക്ക് ഇറങ്ങി. പിന്നെ കുറച്ച് മിമിക്രി പരിപാടി ഞാൻ സുമേഷ് ഗുഡ്ലക്ക് എന്ന് പറഞ്ഞൊരു ഗുഡ്ലക്ക് എന്ന് പറഞ്ഞ ട്രൂപ്പ് തുടങ്ങി. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത് പറയാം സിനിമ എന്ന് മേഖല. ഞാൻ വന്നത് മനോജ് ഗിന്നസിന്റെ കാസറ്റിലൂടെയാണ്. രമേഷ് ഉഷാരടി, ഞാന് പാഷാണശാലി ടീമായിരുന്നു. അന്ന് ഞാൻ സാജി നോക്കുന്നത് ഒരു തട്ടുകടയിൽ കയറി ഞങ്ങൾ ഈ എറണാകുളത്ത് ഒരു ഇതിന്റെ സമയത്ത് ഇരുന്ന് പറയുന്നത് കഴിച്ചത് കെ മധു സാർ വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. എറണാകുളത്ത് തന്നെയാണ്, നടന്മാരങ്ങോട്ടും വലിയ ആരും മൈൻഡ് ചെയ്യില്ല.
എന്ന് വെച്ചാൽ ജസ്റ്റ് അവരവരുടെ കാര്യം. അപ്പൊ എന്നോട് ആട്ടെ നമുക്ക് ചാൻസ് ചോദിച്ചാലോ എന്ന് പുള്ളി എന്റെ അടുത്ത് തമാശക്ക് പറഞ്ഞു ഭാഷ സംസാരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ മാനർമുട്ടായി സ്പീക്കിംഗ് 2 പുള്ളി സിനിമയിൽ കയറി. അപ്പൊ രമേശന്റെ വീട്ടിൽ ഞാൻ പോകുന്നത് പ്രോഗ്രാമിലൊക്കെ പോകുന്നത് കാണും. പക്ഷെ സിനിമ എന്ന മേഖലയിൽ നമുക്ക് ആ ബന്ധങ്ങളൊന്നും പ്രധാനമല്ല. ഒരു സ്റ്റേജ് ഷോ ടിവിയിൽ വന്ന അല്ലെങ്കിൽ ഒരു TV പ്രോഗ്രാം വന്ന അവിടെ മിമിക്രി ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിക്ക് 2 സ്റ്റാർ അവതരിപ്പിക്കാൻ പറ്റിയ ദൈവത്തിന് നന്ദി പറയാം. കാരണം വലിയ വലിയ ആളുകൾക്കാണ് അവിടെ ചാൻസ് ഉള്ളൂ. ഈ സിനിമയിൽ ചാൻസ് വെച്ചൊക്കെ അത് വെച്ച് കൊടുക്കുന്നവർക്ക് കിട്ടുന്നില്ല. ആ ഇടയ്ക്ക് ഞാൻ എങ്ങനെ ഒരു സിനിമ ചെയ്യുന്നൊരു കടന്നൽ കഥ എന്നൊരു സിനിമ ചെയ്തു. അഭിനയിച്ചു ജാഫർ കട. അപ്പൊ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറയാ, ഇതിന്റെ റിവ്യൂ പറയാൻ വേണ്ടി ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേര് കാണുന്ന ഒരാള് എന്റെ അടുത്ത് പറയുന്നത് ആറോട്ടറിന്റെ ഒരു ഇതിൽ അഭിനയിച്ചൊരു സിനിമ ഒരു കടന്നൽ കഥ. അത് കഴിഞ്ഞ വർഷം പെരുന്നാൾ ടൈമിലാണ്. ആ ചേട്ടൻ കർഷകരായി പോയി, നോമ്പിന്റെ സമയത്ത് അതിനെ കയറില്ല. അപ്പൊ ഒരു റിവ്യൂ രാജാവുണ്ട്, അദ്ദേഹത്തെ പോയി കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അറിയും എന്ന് പറഞ്ഞു. ആ തിയേറ്ററിൽ 3 പേരും ഉണ്ടായിരുന്നു.